ഇടുക്കി കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ അതിക്രമം. ചികിത്സയ്ക്കെത്തിയ ഡ്യൂട്ടി നഴ്സിനെ ചികിത്സയ്ക്കെത്തിയ രോഗി ആക്രമിച്ചെന്നാണ് പരാതി. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. കൈക്ക് വെട്ടേറ്റ് ചികിത്സയ്ക്കെത്തിയ 7 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ആശുപത്രി അധികൃതർ കുമളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി PS സാഗർ ചേരുന്നു. സാഗർ, ഈ രാത്രിയിൽ ഡ്യൂട്ടി നഴ്സിന് നേരെ ആക്രമണം നടത്തുന്നു, അതും ചികിത്സയ്ക്ക് എത്തിയവർ. എന്താണ് പ്രകോപന കാരണം? ടോമ, ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കുമളിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 7 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഈ കുമളിയിൽ തന്നെ ഒരു പ്രദേശത്ത് വെച്ച് ആക്രമണം നടത്തിയ ശേഷം അതിന്റെ ചികിത്സയ്ക്കായാണ് കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി 7 പേർ അടങ്ങുന്ന ഒരു സംഘം എത്തിയത്. എത്തിയവരിൽ ഒരാളുടെ കൈക്ക് വെട്ടേറ്റിരുന്നു. ഇത് ചികിത്സിക്കണമെന്നായിരുന്നു ഈ എത്തിയവരുടെ ആവശ്യം. എന്നാൽ ഈ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നടത്തുവാനുള്ള സൗകര്യമേ ഉള്ളൂ എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതുപോലെ തന്നെ ഈ കൈയുടെ മുറിവേറ്റ ഭാഗം അവിടെ തന്നെ ഡ്രസ് ചെയ്ത് നൽകാമെന്നും ആശുപത്രി ജീവനക്കാർ വന്നവരെ അറിയിച്ചു. കൂടുതൽ ചികിത്സയ്ക്കായി ഓർത്തോയുടെ ഡോക്ടറെ കാണണമെന്നും ഇവർ വന്നവരോട് ആശുപത്രി അധികൃതർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഡോക്ടർ ഇതിന്റെ ഈ വന്ന രോഗിയുടെ കൈ പരിശോധിക്കുകയും ഈ കൈയിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ മാറിയ നേരത്താണ് ഈ രോഗി, അതായത് ഈ കയ്യിൽ മുറിവേറ്റയാൾ ഈ നഴ്സിനെ ആദ്യം ആക്രമിച്ചത്. ഈ കൈ ഡ്രസ് ചെയ്യുന്ന സമയത്താണ് ഇയാൾ നഴ്സിനെ ആക്രമിച്ചത്. നഴ്സിന്റെ കൈക്ക് ആക്രമണത്തിൽ പരിക്കൊണ്ട് നഴ്സിന്റെ കൈ പിടിച്ച് തിരിച്ചതായും ഈ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് കൂടെ എത്തിയവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തതായും ആശുപത്രി ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട ശേഷമാണ് ഈ 7 അംഗ സംഘം പിരിഞ്ഞു പോയത്. വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതും ഈ വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിടിച്ചു തള്ളുന്നതും എല്ലാം തന്നെ ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതിൽ 2 പേരെ ആശുപത്രി അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെല്ലാർകോവിൽ സ്വദേശികളായ സോളമൻ, റോമിസ് എന്നിവരെയാണ് ഈ ആശുപത്രി അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരുടെ പേര് ഉൾപ്പെടെയാണ് ആശുപത്രി ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ആശുപത്രിയിലെത്തി പരിക്കേറ്റ നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസെടുത്തതിന് ശേഷമാണ് ഈ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ടവർ മറ്റുള്ളവർ ആര് എന്നതിലൊരു വ്യക്തത വരികയുള്ളൂ. ആശുപത്രി ജീവനക്കാർ രാവിലെ തന്നെ പോലീസിന് വിവരം അറിയിച്ചെങ്കിലും പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി. എന്നാൽ ഈ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ ആശുപത്രിയിൽ നിന്ന് വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും കേസിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ടോം, ഈ സംഭവത്തിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്? കാരണം അവർ പലരും, നിരവധി പേർ, അത് 7 പേരടങ്ങുന്ന സംഘമാണ് അവിടെ എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൃശ്യങ്ങളിലും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഈ സംഭവത്തിൽ പോലീസിന്റെ നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമ, ഇതുവരെ ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ചെല്ലാർകോവിൽ സ്വദേശികളായ സോളമൻ, റോമിസ് എന്നീ 2 പേരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് ആശുപത്രി അധികൃതർ പേരെടുത്ത് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ഈ വന്ന സംഘത്തിന്റെ പരിക്കേറ്റ നഴ്സിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വന്ന ഒരാളുടെ കൈ വെട്ടേറ്റ് മുറിഞ്ഞൊരവസ്ഥയിലായിരുന്നു. ഞരമ്പിന് മുറിവ് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓർത്തോയുടെ ഒരു റിപ്പോർട്ട് വേണമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടറുടെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഇതനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ മാറിയ സമയത്താണ് ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന നഴ്സിനെ രോഗി ഉൾപ്പെടെയുള്ള സംഘം ആക്രമിച്ചത്. ഇതിലെല്ലാം തന്നെ വിശദമായ മൊഴി ആശുപത്രി ജീവനക്കാരുടെയും ഈ നഴ്സിന്റെ ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 പേരെ മാത്രമാണ് ആശുപത്രി അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരുടെ പേരിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർ 7 അല്ലെങ്കിൽ 8 പേരടങ്ങുന്ന സംഘമാണ് എത്തിയതെന്നാണ് ഈ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൂടെയുള്ള മറ്റുള്ളവരെയും കൂടി തിരിച്ചറിയും, അല്ലെങ്കിൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഈ 2 പേരിലെ മുന്നിൽ നിർത്തി തന്നെയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരെ കൂടി ഉടൻ തന്നെ പോലീസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയാൽ ചോദ്യം ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. കുമളിയിലാണ് ഡ്യൂട്ടി നഴ്സിന് നേരെ രാത്രിയിൽ ചികിത്സ തേടിയെത്തിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.